കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഫെലോഷിപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസി ഷീലാദാസ് അവർകൾ കുടുംബം, കർത്താവിൻ്റെ ദാസ്, ഇതിൻ്റെ ചുമതല വഹിക്കുന്ന എല്ലാ ബഹുമാന്യരായ സഹോദരിമാർ, ബഹുമാന്യ കർത്തൃദാസന്മാർ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാ മാന്യ കർത്തൃദാസിമാർ. ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെന്ന്. ഈ കുഴ തെറ്റിയതിനോട് വലിയ താല്പര്യമില്ല. മാന്യമായി വളരെ ദൈവകൃപയോടെ വളരെ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആയിരക്കണക്കിന് ദൈവദാസിമാരുണ്ട്. അവരെയൊക്കെ ഞാൻ വളരെ ബഹുമാനിക്കുന്നയാളാണ്. മിക്കവരും എൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിലുണ്ട്. കുറച്ച് പേരൊക്കെ കടന്നുപോയി. പ്രായമുള്ള കർത്തൃദാസിമാർ ധാരാളം എൻ്റെ കൂട്ടുകാരെ പോലെ ബഹുമാനിക്കുകയും ചെയ്യും. ഏഴംകുളം സാൻകുട്ടിയുടെ പാളം തെറ്റിയ തീവണ്ടിക്കകത്തൊരു കർത്തൃദാസി ഉണ്ടായിരുന്നു. ആ ഒരു കുടുംബത്തിൻ്റെ പേര് അമ്പ്രയി ചാക്കോ. ഞാൻ മിക്കവരും പ്രസംഗിക്കുമ്പോൾ പറയും അതിലൊരു അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു, മൂത്ത മകളാ കുഞ്ഞമ്മച്ചി എന്ന് പറയും, കുഞ്ഞമ്മ കൊച്ചമ്മ. മുളക്കുടയിലെ ആദ്യ ബാച്ചിൽ പഠിച്ചിറങ്ങിയതാണ്. ആ കർത്തൃദാസി ആന്ധ്രയിൽ 16 കൊല്ലം സുവിശേഷ വേല ചെയ്തു. അവിടെ പാസ്റ്റർമാരാരുമില്ല. 16 കൊല്ലം കൊച്ചമ്മയായിരുന്നു സഭയുടെ പാസ്റ്റർ. ആണുങ്ങളെ കിട്ടാനില്ല. ആ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഞാൻ ആ സഭയിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഒരു 100-300 പേരുണ്ട്. ഈ കൊച്ചമ്മ പ്രവർത്തിച്ചതാണ്. അപ്പോൾ ആ കർത്തൃദാസിയായിട്ട് വളരെ അടുപ്പവും ബഹുമാനവുമാണ് റോസമ്മ ബെഞ്ചമിന്. ഇവിടെ അടുത്തുണ്ടായിരുന്നു മേൽപ്പാടം ശോശാമ്മ. നിങ്ങൾ ചിലർ കണ്ടു കാണും, കടന്നുപോയി. വളരെ തറമുള്ള ധൈര്യമുള്ള കൃപയുള്ള ഒരമ്മയായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ഒരു ശവസംസ്കാരത്തിൽ സംബന്ധിച്ചപ്പോൾ അവിടെ ഹൈന്ദവരാ, വീട്ടുകാരെല്ലാം ഹിന്ദു പശ്ചാത്തലത്തിൽ ആ രീതിയിൽ അടക്കുക. അപ്പോൾ അവർ നല്ല മനുഷ്യരായതുകൊണ്ട് പറഞ്ഞു, ഭാര്യ വിശ്വാസത്തില്ല, 1 മണിക്കൂർ നിങ്ങൾക്ക് പെന്തിക്കോസുകാർക്ക് തരിക, നിങ്ങളുടെ ശുശ്രൂഷ ചെയ്തോളാം. അവർ നല്ല മനുഷ്യരാണ്, ഹിന്ദുക്കളാണ്. പാസ്റ്റർമാരും എല്ലാം നീളം കൈ വിട്ടുകൊണ്ട് അവിടെ ഉണ്ട്. ഒരെണ്ണം എഴുന്നേറ്റില്ല. അവർ സമയം തന്ന് നമുക്ക് 1 മണിക്കൂർ വചനം പറയാനും പാടാനും പ്രാർത്ഥിക്കാനും ഒരുത്തരും എഴുന്നേൽക്കുന്നില്ല. ഈ കൊച്ചമ്മ ചാടി എഴുന്നേറ്റു. മേൽപ്പാടം ശോശാമ എന്തോ പ്രസംഗമായിരുന്നു. 1/2 മണിക്കൂർ മരണം, മരണാനന്തര ജീവിതം, നിത്യത, അതെല്ലാം നല്ല അടുക്കടുക്കായിട്ട് ദൈവദാസി പ്രസംഗിച്ചു. അല്ല, അങ്ങനെയുള്ള ധാരാളം ധീര വനിതകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സിസ്റ്റർ മേരി കോവൂര്, ഞോളച്ചമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ശാരീരിക ക്ഷീണത്തോടിരിക്കുമ്പോൾ പല ആവർത്തി ഞാൻ പോയിട്ടുണ്ട്. കൊച്ചമ്മയായിട്ട് മണിക്കൂറുകൾ സംസാരിക്കും, ഒത്തിരി അനുഭവങ്ങൾ പറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാവച്ചാൻ പറയും എനിക്കും സാക്ഷ്യമുണ്ട്, പക്ഷേ കൊച്ചമ്മ വിടവ് കൊടുക്കുന്നില്ല. നമ്മളങ്ങ് കേട്ടിരിക്കും. അറിയാം, ഞാൻ പറയണ്ടല്ലോ. ഒരിക്കൽ ശാരീരിക ക്ഷീണത്തോടിരിക്കുമ്പം ആരും ശുശ്രൂഷയ്ക്ക് പൊതുവിൽ വിളിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ചെന്ന് കൊച്ചമ്മ എടുക്കാൻ ചെന്ന് പറഞ്ഞു, കൊച്ചമ്മ ഒരു ശുശ്രൂഷയ്ക്ക് എൻ്റെ അടുക്ക വരണം സഭയിൽ. അന്ന് ഈ സഭ ഇല്ല, വേറൊരു കൂട്ടായ്മ. അയ്യോ മോനെ നടക്കാനും ഒന്നും വേല. ഞാൻ പറഞ്ഞ് കസേരയിൽ ഇരുന്നാൽ മതി, എടുത്തുകൊണ്ട് പൊക്കോളാം. കൊണ്ടുവന്നു. പാവച്ചായനും സഹോദരന്മാരോട് കൊണ്ടുവന്ന് മുത്തൂറ്റ്. കൊച്ചമ്മ ഇരുന്നുകൊണ്ട് 1.5 മണിക്കൂർ സംസാരിച്ചു. അത് മരിക്കുന്നത് വരെ പറയുമായിരുന്നു, എന്നെ ആ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് വളരെ അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും ഈ ആരോഗ്യവും ചാട്ടവും ആകെ ഉള്ളപ്പം മതി. ഇച്ചിരി ക്ഷീണമായ ആരും മൈൻഡ് ചെയ്യില്ല, ആരെയും മൈൻഡ് ചെയ്യത്തില്ല. തേണ്ട കർത്താവിൻ്റെ ദാസി നിർമ്മല പീറ്റർ, ഇപ്പം ഒത്തിരി പേര് പാടാൻ ഇറങ്ങുന്നുണ്ട്. ഇവരൊക്കെ ഒത്തിരി ശുശ്രൂഷ ചെയ്തതാ. പുതിയ ആൾക്കാർക്കാന്നൊക്കെ ഇവരെ കണ്ട അറിയത്തുമില്ല. ചോദിക്കും, ഈ തള ഏതാന്ന് ചോദിക്കും. ഇപ്പോഴത്തെ പല ആൾക്കാർ ജനിക്കുന്നതിന് മുമ്പേ അവർ ഈ സംഗീത ശുശ്രൂഷയിൽ വളരെ ശ്രേഷ്ഠരായി തുടങ്ങിയവർ. ഞാൻ അങ്ങനെയുള്ളവരെയൊക്കെ ചെന്ന് കാണുകയും എന്നാലാവും വിധമൊക്കെ സഹകരിപ്പിക്കും. അടുത്ത കാലത്ത് കർത്താവിൻ്റെ ദാസി അന്നാക്കണ്ടത്തിൽ വളരെ പ്രയാസത്തോടിരിക്കുക. ഞാൻ ചെന്നു കണ്ടു, വർത്തമാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഒരു മീറ്റിങ്ങിന് വരണം. അയ്യോ ബാഗുമൊക്കെ ഉണ്ട്, ട്രീറ്റ്മെൻറ്റാണ്.
നടക്കാനൊന്നും പറ്റില്ല, ഡോക്ടർ വിടുകയല്ല, ഡാഡിയും വിടുകയില്ല. ഞാൻ പറഞ്ഞു ഇനി പോന്നാൽ മതി, തന്നെയെല്ലാം ക്ഷീണമാണ്, ഒരു കുഴപ്പമില്ല, ദൈവം ബലപ്പെടുത്തുമെന്ന് പറഞ്ഞു. നോക്കട്ടെ, നോക്കാനൊന്നും ഇല്ല, ഇനി വരാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു, സഭയും പ്രാർത്ഥിച്ചു, ദൈവദാസിയും പ്രാർത്ഥിച്ചു. അതിൻ്റെ മറുപടി കർത്താവിൻ്റെ ദാസി ഇവിടെ തിരുവല്ലായി വന്നു. അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങൾ വല്ലതും അത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. മരിക്കുന്ന സമയം അതിന് മുമ്പ് എന്നോട് പറഞ്ഞു അത് വളരെ അനുഗ്രഹമായിരുന്നു. ഞാനിന്ന് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലേ, പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുമോ? രേണു വന്ന് എഴുന്നേറ്റോ, എല്ലാവരും കാണട്ടില്ലേ, ഓമാരും എല്ലാം ആശോപ്പിച്ച് വെക്കും. ഇങ്ങോട്ട് നിന്നു എല്ലാവരും ഒന്ന് അല്ല ഇതെല്ലാം ക്ലിയർ ആക്കണം. ജോഡി പോയോ? ഇവിടെ നിൽക്കും, ഞാൻ എടുക്കാം. അപ്പം ഇതാ എൻ്റെ ഭാര്യ രേണു അനീഷ്. ഇനി പോയിരുന്നു. അല്ല ഇതെല്ലാം ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ അയ്യോ എന്തെല്ലാം നാശമാണെന്നറിയോ? അല്ല പെണ്ടറ കുഞ്ഞുഞ്ഞ് എഴുതിയത് ആധാരം എഴുതുക, ആധാരം എഴുതാൻ നേരത്ത് ആ കൊച്ച എഴുതിക്കോട്ടെ, എഴുതും, അതിനല്ലയോ പൈസ എല്ലാം എഴുതാൻ പോകും, എഴുതടോ, ആധാരം എഴുതും. ഇപ്പം ഞാൻ എഴുതും, അതിനല്ലയോ അല്ലേ, പിന്നെ എന്നെ എഴുതാത്തെ? എഴുത്. ഞാൻ ആധാരം എഴുതി വരുമ്പോൾ കറിയായുടെ ഭാര്യ ചാക്കോച്ചൻ്റെ ഭാര്യയായിട്ട് വരും. അത്ര എഴുത്താണ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിനകത്തും അതിനകത്തൊക്കെ എഴുതാൻ കുറേ എണ്ണം ഇരിപ്പുണ്ട്, നേരെ തിരിച്ചെഴുതും. അതിനായത് ക്ലിയർ ആക്കിയത്. അപ്പോൾ ഭാര്യയുണ്ട്, എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയി, എൻ്റെ പെങ്ങളും വന്നിട്ടുണ്ട്. എന്ത് അവളെന്ത്? അതെൻ്റെ പെങ്ങളാണ്, അവളെ പുനലൂർ, ഇതിലെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അവളെ എം എസ് ഡബ്ല്യു കഴിഞ്ഞ് ജോലിയുണ്ട്, ഹസ്ബൻഡ് സൗദിയിലാണ്, പുനലൂരാണ് വിവാഹം ചെയ്തത്. അപ്പോൾ ഈ ഞാനെപ്പോഴും പറയും, പുരുഷന്മാരെ കൊണ്ട് അല്ലെങ്കിൽ സഹോദരന്മാരെ കൊണ്ട് നടക്കാത്ത പല കാര്യവും ദൈവ സഹോദരിമാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കും. ഞങ്ങൾക്കില്ലാത്ത ഒത്തിരി വിശേഷത ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ദീർഘമാക്കുന്നില്ല, ഒരു വാക്യം വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അറിയാൻ മേലാത്ത പറഞ്ഞിട്ടും വലിയ കാര്യമില്ല, അറിയാവുന്ന കാര്യം പറയുന്നതാണ് നല്ലത്. ഇപ്പോൾ സഹോദരിമാരുടെ യോഗമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുവാ പ്രസംഗിക്കാൻ പോകുന്നത്. അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ പ്രസംഗിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം കൂടെ ഞാൻ ആവർത്തിക്കുന്ന വാക്യമായി എങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. മൈക്ക് കൂടെ വായിച്ചാൽ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. അതിൽ പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ, അല്ലയോ ബോവസേ, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയയെ പോലെയും ആക്കട്ടെ. അടുത്തത്, അവർ ഇരുവരുമല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മധ്യാഹ്ന വേളയ്ക്കായി സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം, സന്നിധി ബോധം നൽകണം. പ്രിയ പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം, യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വായിച്ച തിരുവെടുത്ത് രൂത്തിന്റെ പുസ്തകം 4 അധ്യായമാണ്. അതിൽ 11-ാമത്തെ തിരുവെടുത്താണ് അല്പസമയത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി വായിക്കാം. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, വായിച്ചോ, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഒരു ചെറിയ ചിന്ത. ഈ വേദപുസ്തകം പഠിച്ചാൽ എല്ലാവർക്കും അറിയാം നന്നായിട്ട്, ഇതെല്ലാം കർത്താവിൻ്റെ ദാസന്മാരുടെ സഹധർമ്മിണിമാരാ കൂടുതലും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേദപുസ്തകമൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾക്കറിയാം, ഈ 66 പുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിനാൽ അറിയപ്പെട്ടിരിക്കുന്ന 2 പുസ്തകമാണ്. അറിയാമല്ലോ, രൂത്തും എസ്തേറും. ഒരു താരതമ്യ പഠനം നടത്തിയാൽ ഒരാള് ജാതീയ സ്ത്രീയും ഒരാള് യഹൂദ സ്ത്രീയാണ്.
എൻ്റെ ഭാഷയാ, ഒന്ന് ഒറിജിനലും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റും. സഹോദരിമാരാണെങ്കിലും പറയാതിരിക്കാനൊക്കത്തില്ല. അല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നൊന്ന് ക്രമീകരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ലേഡീസ് ഫെലോഷിപ്പും പ്രയർ ഫെലോഷിപ്പും ഒക്കെ ഒത്തിരി ഉണ്ട്, നല്ലതാ. ഇനിയും വരണം, ഇനിയും കൂടണം. നിങ്ങൾക്ക് ആരും യോഗ വേത്തില്ല, ഇങ്ങോട്ട് വെച്ചോ, ഇവിടെ നടത്തും. ആരുമില്ല, ഞാനെങ്കിലും വന്നിരിക്കും. പണ്ട് ഞങ്ങളുടെ ഒരുത്തനെ സുവിശേഷ വേലയ്ക്ക് പോകാൻ സഭായുധനം കഴിഞ്ഞതിൻ്റെ സമർപ്പം ഒരുത്തനേ ഉള്ളൂ, അപ്പനുമില്ല, ആകെ ഒരു മോനേ ഉള്ളൂ. അവന് സഭായുധനയുടെ ആത്മഭാരമാണ്. അവൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോവാ വേലയ്ക്കെന്ന്. തള്ളയോട് പറയാനാ, നേരത്തെ ഒരു ധാരണയൊന്നുമില്ല. അവനങ്ങ് സമർപ്പിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ ഈ അമ്മ, പഴയ അമ്മയാ, എൻ്റെ ബേബി ചിങ്ങവനത്തെങ്ങും ഭാവിയില്ലാഞ്ഞിട്ടാന്നോടാ നീ ആന്ധ്രായ്ക്ക്? മോനെ വിടാൻ കഴിയല്ല, അതിനാ. ചിങ്ങവനത്തെങ്ങും ഭാവിയില്ലാഞ്ഞിട്ടാന്നോ നീ ആന്ധ്രായ്ക്ക് പോകുന്ന? രസകരം അതല്ല. അടുത്ത ഡയലോ, എടാ ആരും പാപം ചെയ്യുന്നില്ല, ഞാൻ ചെയ്യാടാ, എന്നാലും നീ ആന്ധ്രായ്ക്ക്? ഇവനെ വിടാൻ കഴിയല്ല എന്ന് പറഞ്ഞ പോലെ യോഗം വെച്ച് ആരും വന്നില്ല, ഞാൻ വരാം, എന്നാലും മുടക്കരുത്. അപ്പോൾ പറഞ്ഞത്, ഒരു സ്ത്രീ ഒറിജിനലും ഒന്ന് ഡ്യൂപ്ലിക്കേറ്റുമാണ്. എൻ്റെ ഭാഷയല്ല. അപ്പം നമ്മൾ ഈ സഹോദരിമാരുടെ യോഗമാണെങ്കിലും കാര്യമൊക്കെ ആണെങ്കിലും നമ്മളും ചില വിഷയത്തോടടുത്ത് വരുമ്പോൾ നമ്മൾ പറയും, പുള്ളിക്കാരിയാരാ? പുള്ളിക്കാരി മറ്റേതാ, കൂടെ വന്നത് അത് നമ്മുടെയാ. മിണ്ടുകാലം എനിക്കറിയാം. നിങ്ങൾ പറയുവാൻ നല്ല പറഞ്ഞത്, എന്തിനാ മുഴുവൻ തൂതുമായിട്ടെടുക്കുന്നേ? ആവശ്യമുള്ളവരെടുത്തോളൂ, ആവശ്യമുള്ളവരുണ്ട് ഇതിനകത്ത്. നമ്മുടെ വായുന്നത് വരരുത്, ഹൃദയത്തിനകത്ത് ആ ചിന്ത പോലും അങ്കുരിക്കരുത്. ഇത് ഒരു സ്ത്രീയാ, യഹൂദ സ്ത്രീയും ഒന്ന് മോവാബ്യ സ്ത്രീയാ. അപ്പൊ രൂത്ത് മോവാബ്യ സ്ത്രീയാ. മോവാബ്യരെ നമുക്കറിയാം, ലോത്തിനാൽ തൻ്റെ പെൺകുട്ടിക്ക് ജനിച്ച സന്തതി അമ്മോന്യരും മോവാബ്യരും. അതുകൊണ്ട് ദൈവം വിലക്ക് ഏർപ്പെടുത്തി. ആവർത്തനം 23:3 വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും സന്ദർഭം വന്നുകൊണ്ട് വായിക്കണമല്ലോ. ആവർത്തനം 23:3 പെട്ടെന്ന് വായിക്കാം. ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവൻ്റെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അപ്പൊ 10 തലമുറ വിലക്കിട്ടിരിക്കുക. അപ്പോൾ വിലക്കുള്ള, അകത്ത് നിർത്തിയിരിക്കുന്ന, അടുപ്പിക്കാത്ത, അംഗീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്ന് രൂത്ത് വന്നത്. ബഹുമാന്യ സഹോദരിമാരോട്, സ്റ്റേജിലിരിക്കുന്നവരോട്, സദസ്സിരിക്കുന്നവരോട്, നിങ്ങളെ ചിലപ്പം ചിലർ അടുപ്പിച്ചെന്ന് വരികയില്ല, ഉൾക്കൊണ്ടെന്ന് വരികയില്ല, നിങ്ങളെ മാനിച്ചൊന്ന് വരത്തില്ല, നിങ്ങളെ ബഹുമാനിച്ചൊന്ന് വരത്തില്ല. പക്ഷേ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ സമയം വരുമ്പോൾ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവം വിശ്വസ്തനാ. അവിടെ കിടന്ന് ചള്ളും പള്ളും ഒന്നും പറയരുത്. എനിക്ക് അവളെ അറിയാം, അവിടെ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ ഇടഞ്ഞ വളരെ അങ്ങനൊന്നും പറയരുത്. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും. അപ്പൊ ഒരു സ്ത്രീ ജാതിക പശ്ചാത്തലത്തിൽപ്പെട്ടതാ രൂത്ത്. എന്നാൽ എസ്തേറിനെ നമുക്കറിയാം, അവൾ യഹൂദ പശ്ചാത്തലത്തിൽപ്പെട്ടതാ. എസ്തേറിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ, ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. യഹൂദ പശ്ചാത്തലം. 2, ഒരു സ്ത്രീ യഹൂദനെ വിവാഹം കഴിച്ചു, മറ്റേ യഹൂദ സ്ത്രീയെ ജാതിക രാജാവിനെ വിവാഹം കഴിച്ചു. വ്യത്യാസം. മാത്രമല്ല, സ്ത്രീകളുടെ പേരിനാലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. ഈ രൂത്തിന്റെ ഒരു വിശേഷത, യേശു ക്രിസ്തുവിന്റെ വംശാവലി പട്ടികയിൽ ഈ സ്ത്രീ സ്ഥാനം പിടിച്ചു. അവിടെ പ്രധാനമായിട്ട് ആ വംശാവലിയിൽ 4 സ്ത്രീകളെയാ പറയുന്നത്. അറിയാമല്ലോ, ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ചിരിക്കുക. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോന്നാ നിങ്ങൾ? ഇതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കുഴഞ്ഞ കേസാ. ഏതാ ഈ വിഷയം? അപ്പം 4 സ്ത്രീകൾ. പക്ഷേ ഈ 4 സ്ത്രീകളുണ്ടെങ്കിലും 4 സ്ത്രീകൾക്ക് ഇല്ലാത്ത ഒരു വിശേഷത രൂത്തിനുണ്ട്. ആ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച 4 സ്ത്രീകൾ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ വായിച്ചേ, ആദ്യത്തെ സ്ത്രീ താമാർ. അറിയാമല്ലോ ചരിത്രം. താമാർ. പിന്നെ പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു.
ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു. അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ ബോബസിനെ ജനിപ്പിച്ചു. ബോബസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. പേര് പറഞ്ഞിട്ടില്ല. ഊരിയാവിന്റെ ഭാര്യയായിരുന്നവള്. അതിന് കാരണമുണ്ട്. സ്തോത്രം. കാരണമുണ്ട് പേര് പറയാഞ്ഞ്. അപ്പൊ ഈ ഭാഗത്തെ 4 സ്ത്രീകളാ. താമാറ്, രാഗാബ്, രൂത്ത്, പേര് പറഞ്ഞില്ലെങ്കിലും ബത്ശേബ. 4 സ്ത്രീകൾ. ഈ 4 സ്ത്രീകൾക്ക് ഇല്ലാത്ത ഒരു വിശേഷത രൂത്തിനുണ്ട്. നിങ്ങൾക്കറിയാം. ഒന്ന് പറഞ്ഞു. താമാറ്, രാഗാബ്, രൂത്ത്, ബത്ശേബ, പേര് പറഞ്ഞില്ലെങ്കിലും ഈ 4 സ്ത്രീകളിൽ ഒരു വിശേഷത രൂത്തിനുണ്ട്. ഒന്നല്ല എങ്കിലും പ്രധാനമായിട്ട് വേറെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ രൂത്തിനെ പറ്റി മാത്രമേ ഒരു പരാമർശമുള്ളൂ. ഉത്തമ സ്ത്രീ. ഉത്തമ സ്ത്രീ. സാലിമോനായുടെ മാസിക അല്ല, വത്സമ്മയുടെ പാട്ടുമല്ല. അറിയാമല്ലോ. ഇത് ഈ പുസ്തകത്തിൽ പരാമർശിച്ച രൂത്തിന്റെ കാര്യമാണ്. ഉത്തമ സ്ത്രീ 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഉത്തമ സ്ത്രീ. ഇത് സഹോദരിമാരുടെ യോഗമായതുകൊണ്ട് 1-2 ചിന്തകൾ ലളിതമായിട്ട് എന്നിട്ട് വായിച്ച വാക്യത്തിലുണ്ട്. ഈ രൂത്തിന്റെ വിശേഷത ചെറിയ പാഠമാണ്. ഒന്ന്, ഇവള് അവഗണിക്കപ്പെട്ടൊരു സ്ത്രീയാണ്. ലോകപരമായിട്ട് മോവാബ്യരാ. 10 തലമുറ പോലും ഇതിനകത്ത് കയറാൻ അർഹതയില്ല. സ്തോത്രം. ഒന്ന്, എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ സ്ത്രീയുടെ വിശേഷത, ഇവൾ ആദ്യം ഒരു തീരുമാനമെടുത്തു. അതോ ഏറ്റവും ശ്രേഷ്ഠം. ആദ്യം ഒരു തീരുമാനം. അമ്മായിയമ്മയോട് പല കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇവൾ എടുത്തൊരു കാര്യം പറഞ്ഞു. നിന്റെ ദൈവം. അതാ രക്ഷപ്പെട്ടെ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരിമാരെ, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് അവഗണിച്ചെന്ന് വരാം. ചാർച്ചക്കാർ നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെന്ന് വരാം. ചില സഭയിൽ ചെന്നാലും ചിലരെ മൈൻഡ് ചെയ്യത്തില്ല. വില കൂടിയ വായിക്കും ലിപ്റ്റിക്കും ഒക്കെ ഇട്ട് പുരിയോ ഒക്കെ വടിച്ച് മുടിയല്ല ഇങ്ങനെ കെട്ടി ടെമ്പോയിൽ കച്ചി വെക്കുന്നത് പോലെ വരവെക്കും. അമ്മാമ്മ വരുന്ന കാറിൻ്റെ നിറവും പണവും ബാഗിൻ്റെ പിടിപ്പും അമ്മാമ്മയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അങ്ങനെയൊക്കെയാണ് അമ്മാമ്മേനെ ഇങ്ങനെ കൈവെള്ളയെ കൊണ്ട് നടക്കാൻ. എല്ലാവരും എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്. എല്ലാവരും ഇഷ്ടം പോലെ. ഇതൊന്നുമില്ല. അങ്ങനെയുള്ള അമ്മാമ്മമാർ എൻ്റെ വങ്ങായിക്ക് പിടിക്കരുത്. തനിക്കെന്നാടോ എനിക്ക് കാറ് കിട്ടിയപ്പോൾ ഇത്ര ആളൊക്കെ വന്ന്. അല്ല, അങ്ങനെയുള്ളവരെ കൊണ്ട് നടക്കാൻ ധാരാളം ആൾക്കാർ കാണും. എൻ്റെ ഭാഷയാ, പണങ്ങരുത്. കാറും മൊബൈലും വില കൂടിയ ബാഗും ചപ്പലും ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ എല്ലാവരും മൈൻഡ് ചെയ്യത്തില്ല. എല്ലാവരും ചിലപ്പോൾ കരുതിയെന്ന് വരികയല്ല. പക്ഷേ അവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ഉയർച്ച കിട്ടണമെങ്കിൽ ഇന്ന് പകൽ എല്ലാവരും ഒരു തീരുമാനമെടുക്കണം. അവൻ നിന്റെ ദൈവം, എൻ്റെ ദൈവം. നീ ജീവനുള്ള ദൈവത്തെ ഭജിച്ചാൽ, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചാൽ, സേവിച്ചാൽ, അവൻ ഏത് പ്രതിസന്ധികളുടെ നടുവിലും എന്നെയും നിങ്ങളെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അമ്മായിയമ്മയോട് രൂത്ത് പറഞ്ഞ് എനിക്കിതൊന്നും വിഷയമല്ല, ഞാൻ മോവാബ്, അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ആർപ്പട്ടണം കീർപ്പട്ടണം ഒക്കെ ഉണ്ട് മോവാബിൽ, ഞങ്ങൾ അവിടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. ഭർത്താവ് മരിച്ചു, അതും എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഗണ്യമാക്കുന്നില്ല. ആമൻ, സ്തോത്രം. എനിക്കൊരൊറ്റ തീരുമാനമാ. ആമൻ, ഞാൻ ഈ വീട്ടിൽ വന്ന കാലം മുതൽ, രൂത്ത് നവോമിയോട് പറയുക, അമ്മച്ചി എന്നെ കെട്ടിക്കൊണ്ട് ഈ വീട്ടിൽ വന്ന കാലം മുതൽ എൻ്റെ ഭാഷയാ, അമ്മച്ചി പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മച്ചി ജീവനുള്ളൊരു ദൈവത്തെ സേവിക്കുന്ന അമ്മയാ. അമ്മ സാഹചര്യം കൊണ്ടാ മോവാബിൽ വന്നത്. പക്ഷേ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന അമ്മ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കുക, ഇനി എൻ്റെ ആയുസ് മുഴുവൻ നീ സേവിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. അതാ രക്ഷപ്പെടാൻ കാര്യം.
എന്റെ മാന്യ സഹോദരിമാരെ, ദൈവത്തെ വിട്ടേച്ച് എതിലേ പോയാലും രക്ഷപ്പെടുകയല്ല. പക്ഷെ ആരും നിന്നെ ഗണ്യമാക്കുന്നില്ലെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വഴികളെ ദൈവം തുറന്നു തരും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്നേക്ക് നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവം. ഈ ദൈവം നിന്നെ സൗഖ്യമാക്കും. ഈ ദൈവം നിന്നെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവം. ജീവനുള്ള ദൈവം, ഏക ദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന്, ഇവള് മോവാബിയ സ്ത്രീ അവഗണിക്കപ്പെട്ടവളാ. പക്ഷെ ഇവക്കൊരു കാര്യം തീരുമാനിച്ചു, എൻ്റെ അവഗണനയെല്ലാം മാറണമെങ്കിൽ ദൈവത്തെ സേവിക്കണം. അമ്മായിയമ്മയോട് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. വിശദീകരിക്കുന്നില്ല, ചരിത്രമൊക്കെ പറഞ്ഞാ പ്രസംഗിക്കേണ്ടത്, മുതിരുന്നില്ല. ഇവര് രണ്ടുപേരും കൂടെ സൂക്ഷം വന്നത് ബേത്ലഹേമില. അതാ രക്ഷപ്പെട്ടെ. വരേണ്ടിയ സ്ഥലത്താ വന്നത്. സ്തോത്രം, സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ എഴുതിയിട്ടുണ്ട്. 22-ാം വാക്യം മൊത്തം വായിച്ചോ, വാക്യമല്ലേ, അപ്പൊ പിന്നെ വായിക്കുന്നോണ്ട് കുഴപ്പമൊന്നും വരികയല്ല. അവർ രണ്ടുപേരും യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തി. രക്ഷപ്പെടാനുള്ള കാര്യം ഏതാ? എത്തിയത് ബേത്ലഹേമില. എന്താ നമുക്കറിയാം ബേത്ലഹേമിന്റെ വിശേഷത. മീഖ 5:2 അറിയാമല്ലോ. കാണാനും വേണേ പറയാ, വേണേ ഒന്ന് വായിച്ചോ. മീഖ 5:2. രക്ഷപ്പെടാനുള്ള മാർഗം ബേത്ലഹേമിലെത്തി. വായിച്ചേ, മീഖ 5:2. നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചവൻ. ലോകരക്ഷകൻ പിറവിയെടുക്കുന്ന സ്ഥലമാ ബേത്ലഹേം. അതുകൊണ്ട് ഇവള് ബേത്ലഹേമിൽ എത്തി. എത്തേണ്ട സ്ഥലത്താ എത്തിയത്. എന്റെ പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി സ്ഥലത്തൊക്കെ അലഞ്ഞും ഉഴന്നുമൊക്കെ നടന്നവരാ. കൃപയാല് എത്തിച്ചേരേണ്ടടുത്ത് എത്തി. ബേത്ലഹേമിൽ. അവിടെ വിവരിക്കുന്നത് ഒത്തിരി, ബേത്ലഹേമിനെ പറ്റി ഒത്തിരിയും പറയാനുണ്ട്, ഒന്നും വിവരിക്കുന്നില്ല. അപ്പം ഒന്ന്, അവഗണിക്കപ്പെട്ടവളാ. പക്ഷെ ഒരു തീരുമാനമെടുത്തു, അതാ രക്ഷപ്പെടാൻ. നിന്റെ ദൈവം എൻ്റെ ദൈവം. 2, ബേത്ലഹേമിൽ എത്തി. ദൈവത്തിന് സ്തോത്രം. ഇനി 4-ാമത്തത്. 1, അവഗണിക്കപ്പെട്ടവള്. 2, ഇവള് ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചു. 3, ബേത്ലഹേമിൽ എത്തി. 4, ബേത്ലഹേമിലെത്തി ഇവള് പെറുക്കാനായിട്ട് പോയി. ചരിത്രം ഒന്നും പറയുന്നില്ല, അറിയാമല്ലോ. രൂത്തിന്റെ ഒരു വിശേഷത അവിടെ എഴുതിയിട്ടുണ്ട്. കൂടുതൽ സമയവും വയലില്ല. വീടില്ലാഞ്ഞിട്ടാണോ, പിള്ളേരില്ലാഞ്ഞിട്ടാണോ, ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടാണോ? ആണോ? കൂടുതൽ സമയവും അവിടെ ഒരു പദമുണ്ട്, അവളെ വീട്ടിൽ അല്പസമയമേ താമസിച്ചുള്ളൂ. 2-ാം അധ്യായത്തിന്റെ 7 വായിച്ചേ. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പദം, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഭൗതികമായ വിഷയങ്ങൾക്ക് ഒത്തിരി സമയമൊന്നും കളയുന്നില്ല. വയലില്ല. ചിലതിനൊക്കെ ഒരുങ്ങാൻ എത്ര നേരമാണെന്നറിയാമോ? നേരത്തും കാലത്തും വല്ല ഒരുങ്ങി വരുമോ? എത്ര എണ്ണം ബ്യൂട്ടി പാർലർ വരെ പോകുന്നതുണ്ട്. ഉടുത്തിട്ട് വന്ന് ഒക്കുന്നു. തുണി കൊടുക്കാനൊക്കെ പെട്ടെന്ന് പഠിക്കണം. ഇങ്ങനെ നോക്കി, അങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി, പോരാ അച്ഛാ ഒന്ന് നോക്കി, പുള്ളി ഉടനെ ഒന്ന് നോക്ക്. ഒരു ചെറിയ ചുളുക്കം ഉണ്ടടി, വലിച്ചിട്ടെ ഉടനെ പുള്ളി
അത് കുറ്റമൊന്നുമല്ല, വലിച്ചിട്ട് കൊടുത്തോ. വീട്ടിൽ കുറച്ച് നേരമേ ഉള്ളൂ. എൻ്റെ ബഹുമാന്യ സഹോദരിമാരെ, എത്ര കാലം ഇനി ജീവിച്ചിരിക്കുമെന്ന് ആർക്കും നിർണയിക്കാനൊക്കത്തില്ല. എത്ര കാലം ഉണ്ടെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഇന്ന് പകലൊരു തീരുമാനത്തോടെ പോകണം. അത്യാവശ്യം വീട്ടിലെ ഭൗതിക വിഷയങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇനി എൻ്റെ ആയുസ്സും ആരോഗ്യവും അവസരവും എല്ലാം കർത്താവിന്റെ വയലിൻ. സ്തോത്രം. ഇത് നിർത്തുവൊന്നും ചെയ്യരുത് കേട്ടോ. ഇതൊന്നും നിർത്തരുതെന്ന്. ഫനായൊക്കെ ആയിട്ട് ഇരിക്കുന്ന കൊള്ളാം. ദൈവത്തിന് മഹത്വം. രണ്ടുപേരെ ഉള്ളെങ്കിലും വേല ചെയ്തോണം. പ്രൈസ് ദി ലോർഡ്. ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്യണം. അവള് വീട്ടിലെ അല്പനേരമേ ഉള്ളൂ. 5, ഞാൻ പെട്ടെന്ന് നിർത്തുക. 5 ഈ വളരെ താഴ്മയുള്ളവളാണ്. താഴ്മ. ആ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. എന്നാറേ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയി. അയ്യോ, കാര്യമൊക്കെ സംസാരിച്ചപ്പോ സാഷ്ടാംഗം വീണ അവനോട്, ഞാന് അന്യദേശക്കാരത്തി ആയിരിക്കും. ഇവളാരാണെന്ന് നല്ല ബോധ്യമുണ്ട് കേട്ടോ. സഹോദരിമാരോട് പറയുക, നിങ്ങൾ ആരാണെന്ന് നല്ല ബോധ്യം വേണം കേട്ടോ. ചന്തയെ മീൻ മേടിക്കാൻ പോകുമ്പോൾ മീനിന്റെ വില പറഞ്ഞ് അവിടെ കിടന്ന് ഉടക്കുണ്ടാക്കരുത്. നിന്നോട് ആര് പറയണ്ട ഇത്രയുണ്ടെന്ന്? ഉടനെ അവൻ അമ്മാമ്മ പെന്തിക്കോസല്ല, ആ കോസൊക്കെയാ, ഇതിന്റെ കാര്യം പറ. ബസ്സേ കയറുമ്പോഴേ സീറ്റ് കിട്ടാതെ വരുമ്പോൾ അവിടെ കിടന്ന് മുരടരുതെന്ന്. ബന്ധുക്കാരുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ, യാത്ര പോകുമ്പോഴേ, മറ്റുള്ളവരെയൊക്കെ കൂടുന്നിടത്തേ ആരാണെന്ന് ബോധ്യം വേണം. അവിടെ കിടന്ന് അലകിയെ അലപ്പറ ഉണ്ടാക്കുകയൊന്നും ചെയ്യരുത്. നല്ല ബോധ്യമാ. അല്ല, ഞാൻ ആരാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തുവാ പറഞ്ഞ? ഒന്നുകൂടെ വായിച്ചേ. എന്നാറേ അവൾ സാഷ്ടാംഗം വീണ അവനോട്, ഞാൻ അന്യദേശക്കാരത്തി. ഞാൻ മോവാബ്യ സ്ത്രീയാ കേട്ടോ, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അന്യദേശക്കാരിയാ. അല്ല, നമ്മളെല്ലാം ഇവിടെ പരദേശികളാ. പരദേശികളാ, പരദേശികളും പ്രവാസികളും. സ്തോത്രം. അപ്പൊ ഇവിടെ ആരാന്ന് ബോധ്യം. എൻ്റെ സഹോദരിമാരെ, മക്കളുമായിട്ട് ജീവിക്കുന്നവരാ, ഭർത്താവുമായിട്ട് ജീവിക്കുന്നവരാ, മാതാപിതാക്കളുണ്ട്. വീട്ടിലൊക്കെ ആരാന്ന് ബോധ്യം വേണം കേട്ടോ. ഭർത്താവ് പറയാ, ഞാനെപ്പോഴും പറയാം, മോളി ഒരു കാപ്പി, പിന്നെ കൂപ്പി. രാവിലെ ഒന്നും കൊണ്ട് തന്നതല്ലേ. അമ്മായിമ്മ പറയാ, മോളെ ഇച്ചിരി ചൂടുകഞ്ഞി, പിന്നെ കൂടുകഞ്ഞി. ഇതൊക്കെ ഇറങ്ങുകയല്ലല്ലയോ, എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകേണ്ടതാ. ഇത് കൊടുത്തേച്ചേ ശുശ്രൂഷയ്ക്ക് പോയാൽ മതി. അവിടെ രൂത്തിന്റെ താഴ്മ ഒന്നോട് വായിച്ചേ. ഞാനൊരു മോവാബ്യ സ്ത്രീയാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നോട് വായിച്ചേ. ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത്. അയ്യോ, താഴ്മ കണ്ടോ? ഞാൻ ഇതിനൊന്നും യോഗ്യതയുള്ളവളല്ല, ഇതിനൊന്നും ഞാൻ അർഹതയുള്ളവളല്ല. പക്ഷേ എന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ കാര്യം ഞാനൊരു ദൈവത്തെ സേവിക്കുന്നത് കൊണ്ടാ. ഞാൻ അന്യദേശക്കാരിയാ, ഇതിന് യോഗ്യതയുള്ളവളല്ല. പക്ഷേ കൃപയാൽ എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നു. ഈ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ല സാരിയൊക്കെ ഉടുക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചോണം. കൊതിച്ചതല്ലേ ഒരു നല്ല സാരി? പിന്നെ മാസികത്തിനൊക്കെ മറ്റ് സഹോദരിമാർ നല്ല സാരി ഗിൽറ്റും ഒക്കെ ഉള്ളത് ഉടുത്തോണ്ട് വന്നപ്പോൾ നോക്കി കൊതിച്ചതല്ലേ. ചിലരാന്ന് അടുത്തിരുന്ന് തിരുമുകയും ചെയ്തതാ, കൊതിച്ചിട്ടുണ്ട്. സ്തോത്രം. പിന്നെ ഒരു നല്ല സാരി കിട്ടിയത് വലിയ വീട്ടിലെ അമ്മാമ്മ ഒന്ന് ഉടുത്ത് അപ്പോൾ തട്ടി കീറി. ഒന്നെങ്കിൽ അത് കീറി, അല്ലെങ്കിൽ അമ്മാമ്മയ്ക്ക് പിന്നെ ആ കളറിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു, സൂസമ്മ ഇന്നാ ഇത് കൊണ്ടുപോക്കോ, പൊന്നെ പോലെ മേടിച്ചു കൊടുത്തു. ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാ. ഇപ്പം നിങ്ങൾ അനേകർക്ക് കൊടുക്കുന്നുണ്ട്, ഒക്കെ ഓർത്തോണം. ദൈവത്തെ സ്തുതിക്കണം. ഞാൻ എപ്പോഴും പറയും, പേർഷ്യയിലും അമേരിക്കയിലും പോകുന്നവർ പണ്ട് പോയിച്ച് വരുമ്പോൾ ഒരു സോപ്പും 2 മുട്ടായിയും ഒക്കെ തരുന്നത്. ആ സോപ്പ് കുളിക്കാവുന്നതാ, കുളിക്കുകയല്ല. ആ തുണിയുടെ ഇടയിലെടുത്ത്, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുണിയും സോപ്പും എടുത്ത് ബാർ സോപ്പിട്ട് കുളിക്കുകയും. അല്ലേ, ഇപ്പൊ അനേകർക്ക് കൊടുക്കാൻ ദൈവം. ഇതൊക്കെ ഓർത്തോണം. ദൈവം നിന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു.
പണ്ട് കൺവെൻഷനും കൂട്ടായ്മയ്ക്കും ഒക്കെ പോകുമ്പോൾ കൊതിച്ചിട്ടില്ലേ ഒരു കാറേ കയറാൻ? ചില കാറേ കയറി പോകുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുക പൊടി പൊങ്ങുന്നത്. ഇപ്പം നമ്മൾ പറപ്പിക്കുക. അത് കുറ്റമൊന്നുമല്ല. ദൈവത്തെ സ്തുതിച്ചോണം. വന്ന വഴിയൊന്നും മറക്കരുത്. ഞങ്ങളുടെ താഴ്ചയ്ക്ക് നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 7 പോയിന്റാ. 6. 1, ഇവള് മോവാബിയ സ്ത്രീ. 2, ഇവള് ദൈവത്തെ സേവിച്ചു, നിന്റെ ദൈവം. 3, ഇവള് ബേത്ലേഹേമിലെത്തി, എത്തേണ്ട സ്ഥലത്ത് എത്തി. 4, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ. 5, താഴ്മയും വിനയവും. 6, അത് ഒരു നല്ല പോയിന്റാ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. ഇവളെ പറ്റി പറയുന്ന ഒരു സാക്ഷ്യം അത് വിചിത്രമാണ്, വിശേഷതയാണ്. അല്ല, നിങ്ങൾ സഹോദരിമാരെ പറ്റി ആ സാക്ഷ്യം പറയണം, പറയിപ്പിക്കണം കേട്ടോ. കയ്യടി നല്ലതാ, പാട്ട് നല്ലതാ, പ്രാർത്ഥന നല്ലതാ, മാസത്തിലൊന്ന് കൂടുന്നത് നല്ലതാ. ആര് നിങ്ങളെ വിളിച്ചില്ലേ ഇങ്ങോട്ട് പോരും, ഇവിടെ അവസരം തരാം. ഇതുപോലെ ഇപ്രാവശ്യം ഇവിടെ, ഇനി അടുത്ത പ്രാവശ്യം അവിടെ ആയിരിക്കും. എല്ലാ മാസവും വെച്ച് ഒരു കുഴപ്പമില്ല, സന്തോഷം. പക്ഷേ അടുത്ത ഒരു സാക്ഷ്യമുണ്ട്, അത് പറയിപ്പിക്കണം. എന്തോ ഉത്തമ എവിടെ നിൽക്കട്ടെ, അത് പറയാം. നിങ്ങളാണ്ട 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നാറേ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. കാരണം എന്നാന്ന് തോന്നുന്നു 11-ാം വാക്യം വായിക്കപ്പോ ബോവസ് പറഞ്ഞതാ. ബോവസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ 6-ാമത്തെ പോയിന്റ്. അത് ഇവളെ പറ്റി ഒരു വലിയ വിലപ്പെട്ട സാക്ഷ്യം. നമ്മളെ പറ്റി പലരും സാക്ഷി പറയാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇന്ന് നല്ലവനും വിശ്വസ്തനും നല്ലതാ. ആരുമില്ലെങ്കിൽ ആരേലും ഒന്ന് പറയണ്ടായോ? അപ്പൊ ഇവളെ പറ്റി നാട്ടുകാർ പറയുന്ന ഒരു സാക്ഷ്യം ബോവസ് കേട്ടു. ഒന്നുകൂടെ വായിച്ചേ 11. ബോവസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. എന്റെ മകളെ, ഞാൻ നിന്നെ പറ്റി ഒരു കേൾവി കേട്ടു. കേൾവി കേട്ടത് 2 കാര്യമാണ്. രണ്ടും പറയാൻ നേരമില്ല, ഒന്ന് പറയാം. നീയേ അമ്മായിയമ്മയ്ക്ക് ചെയ്തതെല്ലാം ഇവിടുത്തെ കാര്യം പറയുന്നുണ്ട്. നമ്മളിൽ പല സഹോദരിമാരെ പറ്റി പറയും, ഇങ്ങനല്ല പറയുന്നത്, അമ്മായിയമ്മയ്ക്കിട്ട് ചെയ്തതാ. എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ. മലയാള ഭാഷയ്ക്ക് നല്ല അർത്ഥമുണ്ട് കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് നീ അമ്മായിയമ്മയ്ക്ക് ചെയ്തതല്ല. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചു വായിക്കണേ. ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി. നിന്റെ ഭർത്താവ് മരിച്ച ശേഷം പറഞ്ഞ പദം ഒന്ന് വായിച്ചേ. അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നത്. വായിച്ച ആളിനോടും കൂടെ ചോദിക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്നവരോട് അമ്മായിയമ്മയ്ക്കിട്ട് ചെയ്തിട്ടുണ്ടോ അതോ അമ്മായിയമ്മയ്ക്ക് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഒന്നും മിണ്ടുന്നുമില്ല. അയ്യോ, നമ്മുടെ ഇടയിൽ അനേകവണ്ണ അമ്മായിയമ്മയ്ക്കിട്ട് ചെയ്തേച്ചാ ഈ കാറിന്റെ വൈപ്പർ അടിക്കുമ്പോൾ ജീസസ് ഒരിക്കൽ കൂടെ ശക്തി. അമ്മായിയമ്മയ്ക്കിട്ട് എന്തെല്ലാം ചെയ്തു. കപ്പ ഇളക്കുന്ന തുടുപ്പെടുത്ത് അമ്മായിയമ്മയ്ക്കിട്ട് അടിച്ചു. ഒരുത്തി ചരവത്തടിക്ക് അടിച്ചു. ചിലടത്ത് അമ്മായിയമ്മ അത്ര മോശമൊന്നുമല്ല, പ്രായമായിരുന്നതിൽ ഇപ്പോഴും നല്ല വീറാ. ഒരുത്തി അമ്മ മരിച്ചപ്പം കരയോ, എൻ്റെ അമ്മച്ചി പറഞ്ഞു മിണ്ടി പോകരുത്. ഈ പെറ്റതള്ള അമ്മായിയമ്മ വേറെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഒന്ന് ലൈറ്റ് ഓഫ് ആക്കി. പ്രായമുള്ള അമ്മ 85 വയസ്സോളം ഉണ്ട് അന്ന്. ഇപ്പം വായിക്കണ്ടെന്ന്. എന്നിട്ട് അമ്മായിയമ്മ അത്ത് കിടക്കുമ്പോൾ ആ തള്ളയ്ക്ക് വെള്ളം കൊടുത്തിട്ടില്ല. ആ തള്ളം മരിക്കാൻ നേരത്ത് വേറൊരു വീട്ടിൽ കിടന്നാ മരിക്കുന്നത്.
മരിക്കുന്ന സമയത്ത് ഈ അമ്മ പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ മരുമകളെ ഒന്ന് കാണണം. ഉടനെ ആള് വിട്ടു. അമ്മച്ചി മരിക്കാൻ പോവുക, കാണണം. ഉടനെ പറഞ്ഞു, ഇന്ന് ഒക്കത്തില്ല, നാളെ രാവിലെ അങ്ങോട്ട് വരാമെന്ന്. ഒത്തിരി ദൂരമൊന്നുമല്ല, സ്പീഡിൽ ഓടിയാൽ 5 മിനിറ്റ് എടുക്കുകയല്ല. സ്പീഡിൽ ഓടിയാൽ 5 മിനിറ്റ്. സഭയുടെ മെയിൻ ആളാ. എൻ്റെ ബഹുമാന്യ സഹോദരിമാരെ, നമ്മളെപ്പറ്റി ഇങ്ങനെയൊക്കെ സാക്ഷ്യം കേൾക്കണേ. അമ്മായിമ്മക്കിട്ട് ചെയ്തതല്ല. തെറ്റരുത് കേട്ടോ, എപ്പോഴും ഓർത്തിരുന്നോണം. നല്ല ഉത്തമ സ്ത്രീയാ. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം നിർത്തുക. 7, അവള് ബോവസിൻ്റെ കാൽ കീഴെ വന്ന് അഭയം പ്രാപിച്ചു. അർദ്ധരാത്രിയിൽ ഇവള് ബോവസ് കളത്തിൽ യവൻ തൂറ്റുക. അമ്മായിമ്മ പറഞ്ഞു, നീ ഇന്ന് രാത്രി കുളിച്ച് തൈലമൊക്കെ പൂശി വസ്ത്രമൊക്കെ മാറി കളത്തിൽ ചെല്ലണം, ബോവസ് യവൻ തൂറ്റുന്നുണ്ട്. അവൾ അവിടെ ചെന്ന് ബോവസിൻ്റെ കാൽ കീഴ് കിടക്കുക. ഒരു ചിന്ത. അർദ്ധരാത്രിയിൽ ബോവസ് ഞെട്ടി, ഒരു സ്ത്രീ കിടക്കുന്നു. നീ ആരാ? രൂത്ത്. അവൻ ചോദിച്ചു, നീ ഇവിടെ വന്നത് ആരേലും അറിഞ്ഞോ? ഇല്ല. ഇതിനകത്തൊരു ആത്മീക പാഠം. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ അല്ലെങ്കിൽ ഏമാരംഭങ്ങളിൽ നല്ല ബോവസാകുന്ന യേശു ക്രിസ്തുവിന്റെ പാറപിടത്തിൽ അഭയം പ്രാപിക്കുന്നത് വേറെ ആരും അറിയണ്ട, ആരെ അറിയിക്കുകയും വേണ്ട. അവൻ ആദരിക്കുന്ന ഒരു നല്ല ബോവസ് ഉണ്ട്. നല്ല ബോവസ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ ബോവസിന്റെ പാറപീഠത്തിൽ ഇന്ന് രാത്രി അഭയം പ്രാപിച്ചാൽ അവൻ നിങ്ങളെ ഉയർത്തുന്ന ആദരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. 7 കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ആ സ്ത്രീയെ പറ്റി ഒടുവിൽ പട്ടണത്തിലെ മൂപ്പന്മാർ, ഈ 7 അനുഭവത്തിൽ കൂടി പോകുന്ന സഹോദരിമാരെ പറ്റി മൂപ്പന്മാർ പറയുകയാ, അവര് 20 അല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതത് എന്നതുപോലെ ഈ സ്ത്രീ നിന്റെ ഗൃഹം പണിതെടുക്കും. അത് ദൈവം ചെയ്തു. ഒറ്റ വാക്ക് പറഞ്ഞ യേശുവിൻ്റെ വല്യമ്മച്ചി എന്നുള്ള പദവി ഈ രൂത്തിന് കിട്ടി. യേശു ക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ ആമേൻ സ്ഥാനം പിടിച്ചു. മാത്രമാണോ ദാവീദിൻ്റെ വല്യമ്മച്ചി എന്നുള്ള പദവിയും കിട്ടി. മാത്രമാണോ 4 രാജകുടുംബത്തിലോട്ടാണ് കയറിയത്. രാജകുടുംബത്തിൽ. കാരണം ബോവസിൽ നിന്ന് ആമേൻ ഓബേദ് ഇന്ന് ഇശ്ശായി ഇന്ന് ദാവീദ് രാജഭരണത്തിലോട്ട്. ഈ വിധത്തിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി അവർക്ക് കിട്ടിയ ബഹുമാനം 1 യേശുവിൻ്റെ വല്യമ്മച്ചിയായി, 2 ദാവീദിൻ്റെ വല്യമ്മച്ചിയായി, 3 ആമേൻ സ്തോത്രം ആമേൻ രാജ പദവിയിലേക്ക് ദൈവം ഇവളെ ഉയർത്തി, 4 യേശുവിൻ്റെ വംശാവലി പട്ടികയെ കയറി. എൻ്റെ ബഹുമാന്യ സഹോദരിമാരെ, ഈ വിധ അനുഭവങ്ങൾ നിങ്ങളുടെയും അല്ല നമ്മുടെയും ജീവിതത്തിൽ പകർത്തി മുൻപോട്ട് പോയാൽ ദൈവം കൂടെ ഇരിക്കും. ദൈവം നിങ്ങളെ ഉയർത്തും. അവഗണിക്കപ്പെട്ട സ്ഥാനത്ത് ദൈവം നിങ്ങളെ ആദരിക്കും. ആര് നിങ്ങളെ ആമേൻ മാനിച്ചില്ലെങ്കിലും നിങ്ങളെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ കേട്ടിരുന്നല്ലോ, ഈ ചൂടുമൊക്കെ പിടിച്ച് കേട്ടിരുന്നല്ലോ. എല്ലാവർക്കും നന്ദി. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാൻ ആത്മാക്കളെ നേടാം. അതിന് ദൈവം നിങ്ങളുടെ സഹോദരിമാരുടെ പ്രവർത്തനത്തെയും കൂട്ടായ്മകളെയും ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ആശീർവദിച്ചും സഭയായിട്ട് ആശംസയും ചൊല്ലി ഞാനും ബിബി കുര്യൻ പാസ്റ്ററും തോമസ് പാസ്റ്ററും കുട്ടിയൊക്കെ ഉണ്ട്, എല്ലാവരും ചേർന്ന് ആശംസ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.